ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ദീപ്തി ഹിയർ വിത്ത് അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ്. റിവ്യൂ വീഡിയോ എന്ന് തന്നെ അതിനെ പറയാം. എന്താ വെച്ചാൽ ഞാൻ യൂഷ്വലായിട്ട് ഇതിലിടുന്നതെല്ലാം യോഗ വീഡിയോസാണ്. ഇന്ന് ഞാൻ യോഗ വീഡിയോ ചെയ്യുന്നതിനല്ല, മറിച്ച് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. OBYOC എന്ന പേജിൽ നിന്ന് ഞാൻ 4 പ്രാവശ്യം ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതിനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനുമാണ്. ഞാനിപ്പോൾ ഒത്തിരി ആ ഒരു പേജിനെ പറ്റിയുള്ള വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. ഇതായിരുന്നു ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫസ്റ്റ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫസ്റ്റ് നെക്ലസ്. ഇതിനൊരു കമ്മലും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എവിടെയാണോ ആ കമ്മൽ എനിക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ അവരുടെ സൈറ്റ് ആവുന്നതിന് മുന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആക്ച്വലി വന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആണ് പാക്കറ്റ് കണ്ടത്. ആക്ച്വലി ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ 3 മുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതേ സെയിം പോലെയാണ് ഈ സൈഡിലും വരേണ്ടത്. പക്ഷേ ഫസ്റ്റ് മുത്ത് മിസ്സിങ് ആണ്. ഇത് എനിക്ക് കിട്ടിയ പാക്കേജിൽ തന്നെ ആ മുത്ത് മിസ്സിങ് ആയിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എപ്പോഴും നമുക്കൊരു പാക്കേജ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ തുറന്ന് എന്താണെന്ന് നോക്കണമെന്നുള്ളത്. അതുമല്ല, എനിക്ക് ഈ പാക്കേജ് കിട്ടിയത് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ കുറച്ച് ദിവസം വെളിയിലായിരുന്നു, ഒരു ഡിലേ വന്നായിരുന്നു ഞാൻ ഈ പാക്കറ്റ് കാണാനും അത് പൊട്ടിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്താണ് എൻ്റെ പാക്കറ്റിലുള്ളതെന്ന് അറിയാനായിട്ട്. സോ ഞാൻ അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ പാക്കറ്റ് പൊട്ടിച്ചായിരുന്നു. പാക്കറ്റ് പൊട്ടിച്ച സമയത്ത് തന്നെ ഈ മുത്ത് പൊഴിഞ്ഞു കിടക്കുകയായിരുന്നു അതിൽ. പക്ഷേ എനിക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ആ വീഡിയോ എടുക്കാത്തത് കാരണം എനിക്ക് അവരടുത്ത് പോയി ചോദിച്ച് ഇതിന് വേണ്ടി ഒരു റീപ്ലേസ്മെൻറ്റോ അതല്ല റീഫണ്ടോ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ അത് ചോദിച്ചതും ഇല്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ആ പേജിൽ നിന്ന് തന്നെയാണോ ഞാൻ വാങ്ങിയത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ പർട്ടിക്കുലർ ഇത് ഇട്ടുകൊണ്ട് തന്നെ ഒരു റീല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റീലിൽ ഇതിൻ്റെ ഇയറിങ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഇതിന് ഞാൻ പേ ചെയ്തത് എത്ര രൂപയാണെന്നൊന്ന് നോക്കിക്കോട്ടെ. 1799 ആണ് ഞാനിതിന് പേ ചെയ്തത്. എനിക്കറിയത്തില്ല ഇനി വേറെ ഏതെങ്കിലും പേജിൽ ഇതിനേക്കാളും കുറഞ്ഞ രൂപയ്ക്കുണ്ടോ, അതൊന്നും ഞാൻ അന്ന് നോക്കിയില്ലായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് വാങ്ങി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറയണം ഈ 1799 ഈ പ്രോഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷവും ഞാൻ അതുകൊണ്ട് സെക്കൻഡ് പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങാൻ തയ്യാറായി. ഓക്കെ. ഇനി നമുക്ക് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ
വാങ്ങിയ സെക്കൻഡ് പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, അതെനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വാങ്ങുന്നത്. അതിന് ഞാൻ 2 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതൊരു അതിൻ്റെ കൂടെ വന്ന ഒരു നെക്ക് പീസാണ്. ഈ നെക്ക് പീസിൽ ആക്ച്വലി ഈ ഒരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു അവരത് അയച്ചു തന്ന സമയത്ത്. പ്രോഡക്റ്റിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ വന്നപ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ 2 ഇയറിങ്സും വന്നായിരുന്നു. കുഴപ്പമില്ലാത്ത ഇയറിങ്സ്. ആ ഇയറിങ്സിൻ്റെ പ്രോബ്ലംസ് ഒന്നും തന്നെ എനിക്കങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴേ 2 മുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാനിത് ഓർഡർ ചെയ്തത് എന്നാന്ന് പറഞ്ഞുതരാം. അതിൻ്റെ കോസ്റ്റ് ഞാൻ പറയാം. ഇത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് 31 ജൂലൈ 2024 1849 രൂപയാണ് പേ ചെയ്തത് ഈ 2 സെറ്റിനും കൂടെ ആയിട്ട്. ഇതിന് ആക്ച്വലി ഒരു ഓഫർ ഉണ്ടായിരുന്നു. അവർ ഇടയിലിടയിൽ ഇപ്പോൾ 100 റുപ്പീസ് 150 റുപ്പീസ് അങ്ങനെയെല്ലാം ഓഫർ വയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു ടൈമിൽ ഓഫർ ഉള്ള സമയത്താണ് ഇതെനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാനിതിന് 1849 പേ ചെയ്തത്. സോ ഇനി ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊക്കെയാണ് മേടിച്ചത്. ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ ഞാനിത് ഓണത്തിന് യൂസ് ചെയ്തില്ല. ബിക്കോസ് ഇത് കാണുമ്പം തന്നെ അറിയാം കുറച്ചൊരു എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്ന സംഭവങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കാരണം എനിക്കത്ര ഇഷ്ടപ്പെടാത്തത് കാരണം ഞാൻ എൻ്റെ ഓണം ലുക്കിന് ഇത് യൂസ് ചെയ്തില്ലായിരുന്നു. പക്ഷേ എനിക്കിത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഇതൊരു കുട്ടിയാണം പോലത്തെ ഒരു സംഭവം ഹിപ്പ് ചെയിനാണ്. ഈ ഹിപ്പ് ചെയിനിൽ ഒട്ടും തന്നെ എക്സ്റ്റൻഷൻ അവർ തന്നിട്ടില്ല. മേ ബി അവർ വിചാരിച്ചാണെന്നും അവരെ പോലെ എല്ലാവരും ലീൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നോ എന്താണെന്ന് അറിയില്ല. അവരെനിക്കത് തന്നിട്ടില്ലായിരുന്നു അതിനൊരു എക്സ്റ്റൻഷനായിട്ട്. കുറച്ചിതുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ വണ്ണത്തിനുള്ളവർക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഈ നെക്ക് ചെയിനിൽ അവർ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു റോപ്പ്. പക്ഷേ എൻ്റെ ഇതനുസരിച്ച് അന്ന് എനിക്കിത് ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിലുള്ള ഇടയിലുള്ള ആ കൊളുത്തെല്ലാം വിട്ടു തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴേ തന്നെ. അപ്പോൾ അത് വളരെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഇമിറ്റേഷനായിട്ട് വാങ്ങുന്നതെല്ലാം ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ച് ഇരിക്കും. അതെനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അതിന് കംപ്ലൈൻറ്റ് പറയുന്നില്ല. പക്ഷെ എനിക്കത് ലാസ്റ്റ് ചെയ്തില്ല. സോ ഇതാ അവരുടെ വേഗത്തിൽ വാങ്ങിയ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് തേർഡ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി തേർഡ് പ്രോഡക്റ്റ് ഒരു റെഡ് ഇതായിട്ടുള്ള ഒരു ചെയിനാണ്. റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെയിനാണ്. പക്ഷെ ഞാൻ ആ ചെയിൻ എൻ്റെ മോൾക്കായിട്ട് കൊടുത്തത്. ലേറ്റർ പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ
ആ ചെയിൻ എൻ്റെ കയ്യിൽ കാണാനില്ല. ഞാൻ അതിൻ്റെ കമ്മൽ കാണിക്കാം. ഇതാണ് അതിൻ്റെ കമ്മൽ. നല്ല ബ്യൂട്ടിഫുൾ കമ്മലാണ്. അതിൻ്റെ നെക്ക് ചെയിനും കൊള്ളായിരുന്നു. എക്സ്റ്റൻഷൻ ചെയിനും തന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ. അപ്പോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിലിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തായാലും എൻ്റെ കയ്യിലുണ്ട്. അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിയ ആ സ്ക്രീൻഷോട്ടും ഞാൻ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ അതിന് ഞാൻ എത്ര രൂപയാണ് കൊടുത്തതെന്ന് ഞാൻ പറയാവേ. അത് ഞാൻ അവരുടെ വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷം തന്നെ അത് വാങ്ങിയത്. ജൂലൈ 10th അത് വാങ്ങിയത്. അതിന് 1449 പേ ചെയ്തത്. ഓക്കെ, അത് ഇങ്ങനെയുള്ള ഒരു മാലയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ മാല ഇട്ടിട്ടുണ്ട് എൻ്റെ മോള്, ഒരു ചെറിയ കുട്ടിയുണ്ട്, എനിക്ക് 2.5 വയസ്സായ. അവൾ അത് കഴുത്തിലിട്ടിട്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ പ്ലേ ചെയ്യാം. ഇനി നമുക്ക് 4th ആൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. 2 ബാങ്കിളാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, റെഡ്, വൈറ്റ്, ഗ്രീൻ കല്ലുള്ളതാണ്. എനിക്ക് അത് ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ അത് കിട്ടിയായിരുന്നു. ഒരു ഓഫർ ടൈപ്പിലാണ് എനിക്കത് കിട്ടിയത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഇട്ട് കാണിക്കാം. ഇതിട്ടുകൊണ്ട് ഞാൻ റീല് ചെയ്തായിരുന്നു. അത് ഒത്തിരി ഭംഗിയായതുകൊണ്ട് തന്നെയാണ് ആ റീല് ചെയ്തത്. വളരെ ഇഷ്ടമുള്ളത് കൊണ്ടും തന്നെയാണ് ആ റീല് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ 4 പ്രോഡക്റ്റ്സാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ആ 4th പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ എത്ര രൂപയാണ് അതിന് പേ ചെയ്തതെന്നും എന്നാ അത് ഓർഡർ ചെയ്ത് മേടിച്ചതെന്നും നോക്കാം. ഇതും ഞാൻ മേടിച്ചത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ്. അതിന് ഞാൻ 1359.10 പേ ചെയ്തത്. നിങ്ങൾക്ക് കാണാം ആ 2 ബാങ്കിൾസ് ഇതിൽ. ഇതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട്. സോ അപ്പോൾ ഇങ്ങനെ 4 പ്രോഡക്റ്റാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഒന്നെന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് ഒരു ഓൺലൈനിൽ നിന്ന് ഏതൊരു പ്രോഡക്റ്റും വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഓൺലൈനിൽ ഒത്തിരി പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് എസ്പെഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതൊരു പ്രോഡക്റ്റ് വന്നാലും അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവരോട് റീപ്ലേസ് ചെയ്ത് തരാനോ റീഫണ്ട് ചോദിക്കാനോ പറ്റാതെ ആവും. സോ അത് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക. ഇതെനിക്കും ഒരു പാഠം തന്നെയാണ്. പിന്നെ അടുത്ത് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ പ്രോഡക്റ്റിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് കണ്ട ഉടനെ തന്നെ ഞാൻ അത് ഓർഡർ ചെയ്തു. പക്ഷെ എനിക്കത് എത്രത്തോളം ആവശ്യം വരും എന്നുള്ളത് ഞാൻ ആലോചിച്ചില്ല. പിന്നെ പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഇമിറ്റേഷൻ പ്രോഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവാതെ എല്ലാം ഇരിക്കണമെങ്കിൽ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ഞി ഇൻ ദ സെൻസ് കോട്ടൺ വെച്ച് തുടച്ച് അത് പിന്നും കോട്ടണിനകത്ത് തന്നെ പൊതിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സുകളിലാക്കി സൂക്ഷിക്കണം. ഓക്കെ,
പിന്നെ ബാക്കി 2 പ്രോഡക്ട്സും എനിക്ക് കിട്ടിയത് നല്ലതായിരുന്നു. അതെന്തോ ഞാനെന്ത് പറയാനാ, എനിക്ക് ഒരു ലക്കീലി ആ പ്രോഡക്റ്റ് കിട്ടിയെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പേജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയതിൽ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്ത് പറയാൻ, എനിക്ക് തന്നെ പറ്റിയ കൈപ്പിഴകൾ കൊണ്ടാണ് എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്നോട് പറയാൻ മറക്കരുതേ കൂട്ടുകാരെ. ബൈ ബൈ.